Hello students, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻവേർട്ടിബിൾ മെട്രിക്സസ് എന്താണെന്ന് പറയുകയായിരുന്നു. ദാറ്റ് ഇസ് എ മെട്രിക്സ് എ ഓഫ് ഓർഡർ m by n and a matrix x of order n by m is said to be the left inverse of A if it satisfies the condition x into A is equal to the n by n identity matrix. Similarly, x is said to be the right inverse of A if the right multiplication, that is A into x, is equal to the m by m identity matrix. Then x is said to be the right inverse and here x is said to be the left inverse of A. Okay. Then നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. എ എന്ന് പറയുന്ന മെട്രിക്സിന് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്, റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്, ദെൻ റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് പറഞ്ഞു. അതേപോലെ തന്നെ ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും സെയിം മെട്രിക്സ് തന്നെ ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും കിട്ടുന്ന ഒരു കേസും ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു മെട്രിക്സിന് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയൻ അല്ല റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയൻ ആണ്, അതിൻ്റെ റാഗുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്രൈറ്റീരിയൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണുന്ന തിയറം പറയുക. Let A be an m by n matrix, then first part, A has a right inverse if and only if rank of A equal to m. ഇവിടെ ഓർഡർ പറയുന്നുണ്ട്. എ എന്ന് പറയുന്നത് ഒരു m by n മെട്രിക്സ് ആണ്. സോ എ ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ്, എക്ക് ഒരു റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് എ ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഓഫ് എ ആണെങ്കിൽ എ ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ്. തിരിച്ച് പറയാം, റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ആണെങ്കിൽ എ ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ്. സിമിലർലി ഇഫ് എ ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ് ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു എം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട് പറയുന്നത് എ ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് n, number of columns of a n. It is A has a left inverse if and only if rank of A equal to the number of columns of A, that is n. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് റാങ്ക് റിലേറ്റ് ചെയ്ത് പറയാം. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസുമായിട്ട് റോസിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അതിൻ്റെ ഒരു റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് കോളംസിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ മെട്രിക്സിനോട് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറയാം. ഈ റിസൾട്ട് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എ ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു എം. ഫസ്റ്റ് പാർട്ട്, suppose the n by a matrix capital A is the right inverse of A, x. Suppose the n by a matrix capital X is the right inverse of A. n by a matrix capital X is the right inverse. അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന അസംഷനിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. സപ്പോസ് A has a right inverse and that right inverse is x. n by a model matrix capital X is the right inverse of A. That is the by definition of right inverse, or by the condition we get A into x is equal to എന്ത് കിട്ടും? A into x is equal to the m by m identity matrix IM. Okay, then next we consider let xi, small xi, denote the ith column of capital X. ith column of capital X. അങ്ങനെയാണെങ്കിൽ ദെൻ എ ഇൻറ്റു എക്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് എക്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് എക്സിൻ്റെ ith കോളമാണ്. അങ്ങനെയാണെങ്കിൽ ദ മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദെൻ വി ഗെറ്റ് ദ ith കോളം ഓഫ് IM. എ ഇൻറ്റു എക്സ് ഐ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IM എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ith കോളം ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ith കോളത്തെയാണ്, ദറ്റ് ഈസ് IMൻ്റെ ith കോളത്തെ ഞാൻ ഡെൽറ്റ ഐ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് എ ഇൻറ്റു എക്സ് ഐ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ മെട്രിക്സിൻ്റെ ith കോളം കിട്ടും. ആ ith കോളത്തെയാണ് ഡെൽറ്റ ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ദറ്റ് മീൻസ് എ ഇൻറ്റു എക്സ് കൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവുമായിട്ട് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് വൺ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ IMൻ്റെ ഫസ്റ്റ് കോളം ആയിരിക്കും. നമുക്ക് അതിന് ഡെൽറ്റ വൺ എന്ന് വിളിക്കാം. എ ഇൻറ്റു എക്സ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം എടുക്കുമ്പോൾ IMൻ്റെ സെക്കൻഡ് കോളം കിട്ടും, ദാറ്റ് ഈസ് ഡെൽറ്റ ടു. സോ എക്സെട്ര എ ഇൻറ്റു എക്സ് എവിടെ വരെ പോകും? എ ഇൻറ്റു എക്സ് എം എടുക്കുമ്പോൾ എനിക്ക് അത് എന്ത് കിട്ടും? ഈ മെട്രിക്സിൻ്റെ എന്ത് കോളം കിട്ടും? ദാറ്റ് ഈസ് അതിനെ നമുക്ക് ഡെൽറ്റ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഡെൽറ്റ എം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയറിയാം. ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സ് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൺ എന്നുള്ള ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? എ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൺ എന്നുള്ള എന്നുള്ളത് എം ഇക്വേഷൻസും n അൺനോൺസുമുള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. എ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൺ എന്നുള്ളത് m ഇക്വേഷനും n അൺനോൺസുമുള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. ഇവിടെ നമുക്ക്
ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ കണ്ടീഷനിൽ നമുക്ക് പറയാം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏതാണ്? x1 എന്ന് പറയുന്നതാണ് സൊല്യൂഷൻ. അതായത് എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഈ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട് നമുക്ക് കിട്ടി. ഫ്രം ദിസ് കണ്ടീഷൻ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ ഹാസ് എ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? സോ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു നോൺ ഹോമോജിനിയസ് സിസ്റ്റമാണ്. നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ പഠിക്കുന്ന ഇതാണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സും സെയിം ആയിരിക്കണം. സോ ഇവിടെ ഈ മെട്രിക്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ സിസ്റ്റത്തിലെ കേസിലേക്ക് വരുമ്പോൾ ഈ നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടി. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ്, ഇവിടുത്തെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഇതാ വരിക എ ഡെൽറ്റ 1, ദാറ്റ്സ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓക്കെ, റൈറ്റ് സൈഡ് കോളം ഡെൽറ്റ 1. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും റാങ്ക് ഓഫ് എ ഡെൽറ്റ 1 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കാരണം ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് വി ഗെറ്റ് കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ വി ഗെറ്റ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഡെൽറ്റ 1 എന്ന് പറയാം. സിമിലർലി we consider the next system, that is ax is equal to delta 2 എടുത്തു കഴിഞ്ഞാൽ from this condition we get x2 is the solution of this non-homogeneous system. x2 is the solution of this non-homogeneous system. So ഇതും ഒരു consistent system ആണെന്ന് നമുക്കറിയാം using this condition. Therefore by the same condition we can write rank of a എന്ന് പറയുന്നതും ഈ കേസിൽ എന്ത് തന്നെ കിട്ടും? rank of a delta 2 ആയിരിക്കും. rank of the augmented matrix a delta 2 ആയിരിക്കും. So etc. last we consider the system ax is equal to delta m. So clearly xm is the solution of this system, non-homogeneous system. So that is the system is consistent. So by the same condition we get rank of a equal to എന്ത് കിട്ടും? rank of the augmented matrix a delta m. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻറ്റ് ഇത്തരത്തിലുള്ള ഓരോ കൺസിസ്റ്റൻസ് കേസിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ ഈ കണ്ടീഷൻസ് കിട്ടി. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഡെൽറ്റ 1, റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഡെൽറ്റ 2, എക്സെട്ര റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഡെൽറ്റ എം എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? കൺസിസ്റ്റൻസിൻ്റെ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട്, നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിലെ കൺസിസ്റ്റൻറ്റ് കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കാം. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും റാങ്ക് ഓഫ് എ ഡെൽറ്റ 1ഉം സെയിം ആണെന്ന് എഴുതിയിരിക്കും ഫസ്റ്റ് കണ്ടീഷൻ. അല്ലെങ്കിൽ നമുക്ക് കിട്ടി സൊല്യൂഷൻ എക്സിസ്റ്റ് ഈ കണ്ടീഷൻ ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൽ നമുക്ക് കിട്ടിയതാണ് ഇത്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഡെൽറ്റ 1ഉം ഈ കേസിൽ ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ എയുടെ റാങ്കും എ ഡെൽറ്റ 1ൻ്റെ റാങ്കും സെയിം ആണ്. എ ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ എയിലേക്ക് ഞാൻ ഒരു കോളം കൂട്ടിച്ചേർത്തു. ഡെൽറ്റ 1 എന്ന് പറയുന്ന ഒരു കോളം എയുടെ റൈറ്റ് സൈഡിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് എ ഡെൽറ്റ 1 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ്. അപ്പോൾ എ ഡെൽറ്റ 1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്കും എയുടെ റാങ്കും സെയിം ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ കോളം റാങ്കിനോടും റോ റാങ്കിനോടും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. റോ റാങ്കും കോളം റാങ്കും സെയിം ആണ്, അതിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോളം റാങ്ക് വെച്ച് പറയുകയാണെങ്കിൽ കോളം റാങ്കും സെയിം ആണ്. കോളം റാങ്കും റോ റാങ്കും സെയിം ആണ്, അതിനാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ കോളം റാങ്ക് എടുക്കുകയാണെങ്കിൽ കോളം റാങ്ക് ഓഫ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഡെൽറ്റ 1 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കോളം റാങ്ക് വെച്ച് പറയാം. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് കോളം റാങ്കിനോട് റോ റാങ്കിനോട് സെയിം ആണ്. സോ കോളം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് കോളം റാങ്ക് ഓഫ് എ ഡെൽറ്റ 1 നമുക്ക് കിട്ടി. കോളം റാങ്ക് ഓഫ് എ ഈ സെയിം ആസ് കോളം റാങ്ക് ഓഫ് എ ഡെൽറ്റ 1. കോളം റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോളം റാങ്കും ഈ എ ഡെൽറ്റ 1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം റാങ്കും സെയിം ആണെന്ന് പറഞ്ഞാൽ എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് തന്നെയാണ് എ ഡെൽറ്റ 1ലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഇൻഡിപെൻഡൻറ്റ് കോളംസ്. കോളം റാങ്ക് വെച്ച് ഞാൻ പറയാം. സോ ഈ കോളം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് കോളം റാങ്ക് ഓഫ് എ ഡെൽറ്റ 1 സെയിം ആണെന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് പറയാം എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ഡെൽറ്റ 1ലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആയിരിക്കും. കാരണം കോളം റാങ്ക് രണ്ട് സെയിം ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ഡെൽറ്റ 1ലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് മാത്രമേ കോളംസ് വ്യത്യാസം വന്നിട്ടുള്ളൂ? എയിൽ നിന്നും എ ഡെൽറ്റ 1ലേക്ക് വന്നപ്പോൾ കോളംസിൽ എന്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? ഒരു കോളം ഞാൻ കൂട്ടിച്ചേർത്തു. ഏതാണ്? ലാസ്റ്റ് എയുടെ ലാസ്റ്റ് ഡെൽറ്റ 1 എന്ന് പറയുന്ന ഒരു കോളം കൂടെ കൂട്ടിച്ചേർത്തു. ആ ഒരു വ്യത്യാസം മാത്രമേ കോളംസ് വന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ഡെൽറ്റ 1ലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം?
ഞാൻ ഈ കൂട്ടിച്ചേർത്ത കോളം, അതായത് ഡെൽറ്റ വൺ എന്ന് പറയുന്ന കോളമാണല്ലോ ഞാൻ എയിലേക്ക് കൂട്ടിച്ചേർത്തത്, എ ഡെൽറ്റ വൺ ഫോം ചെയ്യാനായിട്ട്. ഞാൻ ഈ കൂട്ടിച്ചേർത്ത കോളം ലീനിയർലി ഇൻഡിപെൻഡൻസിക്ക് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, ശരിയല്ലേ? ഞാൻ ഈ കൂട്ടിച്ചേർത്ത കോളം എയിൽ ലീനിയർലി ഇൻഡിപെൻഡൻസിക്ക് അല്ല ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിൻ്റെ എണ്ണത്തിന് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അതല്ല അതിൻ്റെ മീനിങ്. കോളം റാങ്ക് ഓഫ് എയും കോളം റാങ്ക് ഓഫ് എ ഡെൽറ്റ വണ്ണും സെയിം ആണെന്ന് പറയുമ്പോൾ എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ഡെൽറ്റ വണ്ണിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആണ്. അപ്പോൾ ഞാൻ എ ഡെൽറ്റ വണ്ണിൽ ഞാൻ കൂട്ടിച്ചേർത്തത് ഒരു കോളം എന്ന് പറയുന്നത് എ ഡെൽറ്റ വണ്ണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡെൽറ്റ വൺ എന്ന് പറയുന്ന ഒരു കോളം മാത്രമാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആ കൂട്ടിച്ചേർത്ത കോളം എയിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിലെ അഫക്റ്റ് ചെയ്യുന്നില്ലെന്നുള്ള അതിൻ്റെ മീനിങ്. ഇത് രണ്ടിൻ്റെയും കോളം റാങ്ക് സെയിം ആണെന്ന് പറയുമ്പോൾ അതിന് ഉദ്ദേശിക്കുന്നതല്ലേ? അല്ല, ഇതിലെ രണ്ടിലെയും മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് സെയിം ആണെന്ന് പറയുമ്പോൾ ഞാൻ ഈ കൂട്ടിച്ചേർത്ത കോളം എയിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ വൺ എന്ന് പറയുന്ന കോളം കൂട്ടിച്ചേർത്തപ്പോൾ ശരിക്കും ഇതിലെ കോളംസിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ? എയിലെ കോളംസ് എന്ന് പറയുമ്പോൾ എയിലെ നമ്പർ ഓഫ് കോളംസ് ഇവിടെ എത്രയാണ് വരിക? അല്ലെങ്കിൽ എയിൽ നമ്പർ ഓഫ് കോളംസ് നമുക്കറിയാം, എയുടെ ഓർഡർ എന്ന് പറയുന്നത് m/n ആണ്. സോ എയിലെ നമ്പർ ഓഫ് കോളംസ് n ആണ്. എ ഡെൽറ്റ വണ്ണിൽ നമ്പർ ഓഫ് കോളംസ് എത്ര വരിക? ഞാൻ ഒരു കോളം കൊണ്ട് കൂട്ടിച്ചേർത്തു, അതുകൊണ്ട് തന്നെ എയിലെ നമ്പർ ഓഫ് എ ഡെൽറ്റ വണ്ണിൽ നമ്പർ ഓഫ് കോളംസ് n+1 ആണ് വരിക അല്ലേ? n+1 ഒരു കോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ഡെൽറ്റ വണ്ണിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൂട്ടിച്ചേർത്ത കോളം ഒരിക്കലും എയുടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിൻ്റെ അഫക്റ്റ് ചെയ്യുന്നില്ല. എയിലെ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോളംസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ഈ ഡെൽറ്റ വൺ എന്ന് പറയുന്ന കോളം എയോട് കൂട്ടിച്ചേർത്തപ്പോൾ ശരിക്കും അവിടെ കോളത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് കൂടുന്നില്ല. ഡെൽറ്റ വൺ കൂട്ടിച്ചേർത്തപ്പോൾ ശരിക്കും എയിലെ നമ്പർ ഓഫ് കോളംസ് കൂടുന്നുണ്ട്, പക്ഷേ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് കൂടുന്നില്ല. അതല്ല എൻ്റെ മീനിങ്. മാക്സിമം നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഇവിടെ കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൺ എന്ന് പറയുന്ന കോളം എയിലേക്ക് വന്നപ്പോൾ ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്? ഡെൽറ്റ വണ്ണും കൊണ്ട് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഡെൽറ്റ വൺ അതിലേക്ക് വരുമ്പോൾ, ആ കളക്ഷനിലേക്ക് വരുമ്പോൾ അത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകും. ഡെൽറ്റ വണ്ണും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡൻറ്റ് സെറ്റായിട്ട് മാറുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല. ഇൻഡിപെൻഡൻ്റ് ആകുന്നുണ്ടായിരുന്നെങ്കിൽ ഡെൽറ്റ വണ്ണും കൂടി കൂട്ടി ചേർക്കുമ്പോൾ ആ കളക്ഷൻ നമ്പർ ഓഫ് കോളംസ് ഇൻഡിപെൻഡൻ്റ് ആകുന്നുണ്ടായിരുന്നെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിൻ്റെ എണ്ണം കൂടിയേനെ. അപ്പോൾ ഡെൽറ്റ വണ്ണും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ അത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് കൂടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വണ്ണും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ആ കോളത്തിലേക്ക് ലാസ്റ്റ് കോളമായി ഡെൽറ്റ വണ്ണും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ആ കളക്ഷൻ എന്തായി മാറി? ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മാറുന്നത്. ഒരിക്കലും ഡെൽറ്റ വണ്ണും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നില്ല, അത് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ കേസിലേക്ക് വരുമ്പോൾ. ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് എയുടെ റാങ്കും എ ഡെൽറ്റ ടുവിൻ്റെ റാങ്കും സെയിം ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോളം റാങ്ക് ഓഫ് എയും കോളം റാങ്ക് ഓഫ് എ ഡെൽറ്റ ടുവും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എ എന്ന് പറയുന്നതും മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എ ഡെൽറ്റ ടു എന്ന് പറയുന്നത് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ടു എന്ന് പറയുന്ന കോളമാണ് ഞാനിവിടെ കൂട്ടിച്ചേർത്തത്. ഡെൽറ്റ ടു എന്ന് പറയുന്ന കോളം കൂട്ടിച്ചേർത്തത് ഒരിക്കലും മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഡെൽറ്റ ടു എന്ന് പറയുന്ന ഒരു കോളം ഞാൻ കൂട്ടിച്ചേർത്തത് ഒരിക്കലും മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എ അഫക്റ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടു കൂട്ടിച്ചേർത്തപ്പോൾ ശരിക്കും ആ കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് പറയാം. ബാക്കി എല്ലാ കേസിലും റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഡെൽറ്റ എന്ന് പറയുമ്പോൾ കോളം റാങ്ക് ഓഫ് എ സെയിം ആസ് കോളം റാങ്ക് ഓഫ് എ ഡെൽറ്റ എം ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എം എന്ന് പറയുന്ന എയുടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ഡെൽറ്റ എമ്മിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആണ്. അതായത് ഡെൽറ്റ എം എന്ന് പറയുന്ന ഒരു കോളം എയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ അവിടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ക്ലിയർ ആണല്ലോ? അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് ഞാൻ ഡെൽറ്റ വൺ കൂട്ടിച്ചേർത്തപ്പോഴും ഡെൽറ്റ ടു കൂട്ടിച്ചേർത്തപ്പോഴും എക്സെട്ര ഡെൽറ്റ എം എന്ന് പറയുന്ന കോളം കൂട്ടിച്ചേർത്തപ്പോഴും എയുടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല അതിന് മീനിങ്. എന്ന് പറഞ്ഞാൽ എയുടെ കോളം റാങ്ക്
തന്നെയായിരിക്കും എ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 എക്സെട്ര ഡെൽറ്റ എം എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ കോളം റാങ്ക് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? കാരണം നമുക്ക് ആദ്യം കിട്ടി ഡെൽറ്റ 1 കൂട്ടിച്ചേർക്കുമ്പോൾ എയുടെ കോളം റാങ്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഡെൽറ്റ 2 കൂട്ടിച്ചേർക്കുമ്പോഴും എയുടെ കോളം റാങ്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഡെൽറ്റ 3 കൂട്ടിച്ചേർക്കുമ്പോഴും എയുടെ കോളം റാങ്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. എക്സെട്ര ഡെൽറ്റ എം കൂട്ടിച്ചേർക്കുമ്പോഴും എയുടെ കോളം റാങ്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ദാറ്റ് മീൻസ് എയോട് കൂടി ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 എക്സെട്ര ഡെൽറ്റ എം ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും, ഈ കോളംസ് എല്ലാം കൂടെ എയോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് തന്നെയായിരിക്കും എയുടെ റാങ്ക് എന്ന് പറയുന്നത്. കാരണം കോളം റാങ്ക് അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. കോളം റാങ്കും സെയിം ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് ഈ മെട്രിക്സിൻ്റെ കോളം റാങ്ക് തന്നെയായിരിക്കും എയുടെ കോളം റാങ്ക്. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, കണ്ടീഷൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഈ ശരിക്കും ഇത് ഏതാ മെട്രിക്സ്? ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഐ എം എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളം, ഡെൽറ്റ 2 എന്ന് പറയുന്ന ഐ എം എന്ന് പറയുന്ന മെട്രിക്സിലെ സെക്കൻഡ് കോളം, എക്സ്ട്രാ ഡെൽറ്റ എം എന്ന് പറയുന്ന ഐ എം എന്ന് പറയുന്ന എം ബൈ എം ഐഡൻറ്റിറ്റി മെട്രിക്സിലെ എന്ത് കോളമാണ്. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ എന്ത് തന്നെയാണ്? ഐ എം എന്ന് പറയുന്ന എം ബൈ എം ഓർഡറുള്ള മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും റാങ്ക് ഓഫ് എ ഐ എം എന്ന് പറയുന്നതും സെയിം ആണെന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? റാങ്ക് ഓഫ് എ ഐ എം എന്ന് പറയുന്നത് സെയിം ആണെന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ എയുടെ റോ എത്രയാണ്? എയിലെ റാങ്ക് ഓഫ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ആണ് അല്ലേ? ദാറ്റ് ഈസ് സെയിം ആസ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓഫ് എ അല്ലേ? അല്ല, നമുക്കറിയാം റാങ്ക് എന്ന് പറയുന്നത് കോളം റാങ്കിനോടും റോ റാങ്കിനോടും സെയിം ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ കോളം റാങ്കിനോടും റോ റാങ്കിനോടും സെയിം ആണ്. അതിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചോ. അപ്പോൾ ഇവിടെ നമുക്ക് റാങ്ക് ഓഫ് എ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റാങ്ക് ഓഫ് കോളം റാങ്ക് എന്ന് പറയുന്നതാണ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയും. റോ റാങ്ക് എന്ന് പറയുന്നതാണ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസിനോടും ഓഫ് എയുടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എയോടും ഈക്വൽ ആണ് റാങ്ക് ഓഫ് എ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് മാക്സിമം ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓഫ് എ ആണല്ലേ? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓഫ് എ ആണ്. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓഫ് എ ആണ് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓഫ് എ ആണ്. ഇനി എയുടെ ഓർഡർ എന്തായിരുന്നു? എയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എം ബൈ എൻ മെട്രിക്സ് ആണല്ലേ? എയിൽ എത്ര റോസ് ഉണ്ട്? എം റോസേ ഉള്ളൂ. മാക്സിമം എയിൽ എത്ര റോസേ ഉള്ളൂ? എം റോസേ ഉള്ളൂ. നമുക്കറിയാം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓഫ് എ ആണ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. സോ ക്ലിയർലി ദിസ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ മാക്സിമം നമ്പർ ഓഫ് റോസ് ഓഫ് എ ആണ് അല്ലേ? ആകെ എയിൽ എം റോസേ ഉള്ളൂ. സോ ക്ലിയർലി ദിസ് മാക്സിമം വാല്യൂ എന്ന് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? എം ആണ് കിട്ടി എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എക്ക് മാക്സിമം പോസിബിലിറ്റി എന്തേ കിട്ടത്തുള്ളൂ? എം എ കിട്ടത്തുള്ളൂ. റാങ്ക് ഓഫ് എയുടെ മാക്സിമം പോസിബിലിറ്റി എം ആയിരിക്കും. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എമ്മോ എമ്മിൽ കുറവോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നമുക്ക് കിട്ടി റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ഐ എം എന്ന് പറയുന്നത് സെയിം ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ഐ എം എന്ന് പറയുന്നത് സെയിം ആണ്. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി നമുക്കിവിടെ കിട്ടി. എയുടെ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നൂടെ കിട്ടി? എം ആണെന്നൂടെ കിട്ടി. എയുടെ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്തേ വരത്തുള്ളൂ? എം എ വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ ഐ എമ്മിൻ്റെ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്തേ വരത്തുള്ളൂ? എ ഐ എമ്മിൻ്റെ റാങ്കിൻ്റെ എ ഐ എം എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്തേ വരത്തുള്ളൂ? എം എ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സിൽ എം എന്ന് പറയുന്ന റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സിൻ്റെ കോളം റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റിയും ഈ മെട്രിക്സിൻ്റെ റോ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റിയും എന്തേ വരത്തുള്ളൂ? അതിനാണല്ലോ റാങ്ക് എന്ന് പറയുന്നത്.
ഇപ്പോൾ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി ഈ മെട്രിക്സിന് റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സിൻ്റെ കോളം റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റിയും റോ റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എവിടെ വരത്തുള്ളൂ, എം വരെ വരത്തുള്ളൂ. ഈ മെട്രിക്സിൻ്റെ ദാറ്റ് മീൻസ് ഈ മെട്രിക്സിൻ്റെ കോളം റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എവിടെ വരെ വരത്തുള്ളൂ, കോളം റാങ്കിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് എം വരെ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ, എം വരെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കോളം റാങ്ക് ഉദ്ദേശിക്കുന്നതാണ് ഈ മെട്രിക്സിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ക്ലിയർ ആണല്ലോ, ഈ മെട്രിക്സിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ AIM എന്ന് പറയുന്ന മെട്രിക്സിൽ നമുക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സിന് ശേഷം ആ മെട്രിക്സിലുള്ളത് എന്താണ്, M/M ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണുള്ളത്. M/M ഐഡൻറ്റിറ്റി മെട്രിക്സിലെ എത്ര കോളംസ് ഉണ്ട്, റോസും കോളംസും എത്രയുണ്ട്, എത്ര കോളംസ് ഉണ്ട് M/M ഐഡൻറ്റിറ്റി മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ട്, M കോളംസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സിലെ റോസും കോളംസും എല്ലാ റോസും എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ M/M ഐഡൻറ്റിറ്റി മെട്രിക്സിൽ M കോളംസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. M/M ഐഡൻറ്റിറ്റി മെട്രിക്സിലെ M കോളം ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി, AIM എന്ന് പറയുന്ന മെട്രിക്സിലെ M കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ, AIM എന്ന് പറയുന്ന ഈ ഫുൾ മെട്രിക്സിലെ M കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. നമുക്കറിയാം ഈ മെട്രിക്സിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എവിടെ വരെ വരത്തുള്ളൂ, M വരെ വരത്തുള്ളൂ. നമുക്കിവിടെ എന്ത് കിട്ടി, ഈ മെട്രിക്സിൽ M കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് അപ്പോൾ എന്തായിരിക്കും, M ആയിരിക്കും. ഈ മെട്രിക്സിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത് M ആയിരിക്കും. ദാറ്റ് ഈസ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാങ്ക് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ കോളം റാങ്ക് അല്ലെങ്കിൽ അതിനെ റാങ്ക് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് AIM എന്താണെന്ന് കിട്ടി, M ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് വി ഗെറ്റ് റാങ്ക് ഓഫ് A ഈക്വൽ ടു റാങ്ക് ഓഫ് AIM വിച്ച് ഈസ് ഈക്വൽ ടു M. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി, റാങ്ക് ഓഫ് A ഈക്വൽ ടു M ആണെന്ന് കിട്ടി. നമ്മുടെ അസംഷൻ എന്തായിരുന്നു, എയ്ക്ക് ഒരു റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്നുള്ള അസംഷനിൽ നമുക്ക് എന്ത് കിട്ടി, എയുടെ റാങ്ക് എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് റോസ് ഓഫ് എയോട് ഈക്വൽ ആണെന്ന് കിട്ടി. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഇനി തിരിച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് എയ്ക്ക് റാങ്ക് ഓഫ് A ഈക്വൽ ടു M ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എയ്ക്ക് റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കുക. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് റാങ്ക് ഓഫ് A ഈസ് M. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് റാങ്ക് ഓഫ് A ഈസ് M. അപ്പോൾ നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് M ആണെന്ന് അസ്യൂം ചെയ്യുക. കോൺവേഴ്സ് പാർട്ട് നമ്പർ ഓഫ് റോസ് ഓഫ് എയോട് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എയ്ക്ക് ഒരു റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. ദാറ്റ് ഈസ് A ഇൻറ്റു സം എക്സ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, A ഇൻറ്റു സം എക്സ് എടുക്കുമ്പോൾ എനിക്ക് IM എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. M/M മോഡലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത് കാണിക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത്തരത്തിലൂടെ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ, റാങ്ക് ഓഫ് A ഈക്വൽ ടു M ആണെന്ന് അറിയാം. എയുടെ ഓർഡർ എന്തായിരുന്നു, എയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ M/N ഓർഡറുള്ള മെട്രിക്സ് ആണ് അല്ലേ. M റോസും ഉണ്ട്, N കോളംസും ഉണ്ട്. റാങ്ക് ഓഫ് A M ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, മാക്സിമം കോളം റാങ്ക് ഓഫ് എയും റോ ഓഫ് എയും എന്ത് തന്നെയാണ്, M ആണ്. കോളം റാങ്ക് ഓഫ് എയും റോ റാങ്ക് ഓഫ് എയും M ആണെന്നറിയാം അല്ലേ. ദാറ്റ് മീൻസ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് A എത്രയായിരിക്കും വരിക, കോളം റാങ്കും റാങ്ക് ഓഫ് A ഈക്വൽ ടു M ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സെയിം ആസ് കോളം റാങ്ക് ആൻഡ് വിച്ച് ഈസ് സെയിം ആസ് റോ റാങ്ക് ഓഫ് A, റോ റാങ്ക്. ഓക്കെ, കോളം റാങ്ക് എന്താണ്, by definition column rank is maximum number of linearly independent columns of A. That is we get maximum number of linearly independent columns of A എന്താണെന്ന് കിട്ടി, M ആണെന്ന് കിട്ടി അല്ലേ. maximum number of linearly independent columns of A എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, M ആണെന്ന് കിട്ടി. M ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ, M ആണെന്ന് കിട്ടി. ഇനി എയിൽ എത്ര കോളംസ് ഉണ്ട്, എയിൽ N കോളംസ് ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടി എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത് M ആണെന്ന് കിട്ടി. എയിൽ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഓഫ് A എന്ന് പറയുന്നതാണ്, മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്, N ആണ്. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് A എന്ന് പറയുന്നത് M ആണ്. സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം, മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് A എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഓഫ് A ആയിരിക്കുമല്ലോ. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ക്ലിയർലി വി ഗെറ്റ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. ക്ലിയർലി വി ഗെറ്റ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. ഓക്കെ, ഇത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും ഇത് മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഓഫ് A ആണ്. ഓക്കെ, സോ വി ഗെറ്റ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. Now consider the Hermite matrix, Hermite form H of A dash.
ഹെർമൈറ്റ് മെട്രിക്സ് ഓർക്കുന്നുണ്ടല്ലോ, എ ട്രാൻസ്പോസ് കേട്ടോ, എ ട്രാൻസ്പോസ്, എച്ച് ഓഫ് എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസിൻ്റെ ഹെർമൈറ്റ് മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ ട്രാൻസ്പോസ് ഓഫ് എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ത് വരും, എയുടെ ഓർഡർ എം ബൈ എൻ ആണ്. സോ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എൻ ബൈ എം ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസിൻ്റെ ഹെർമൈറ്റ് ഫോമാണ് എച്ച് ഓഫ് എ ട്രാൻസ്പോസ്. വി ഹാവ് റാങ്ക് ഓഫ് എച്ച് ഓഫ് എ ട്രാൻസ്പോസ്. ഹെർമൈറ്റ് ഫോമിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ റാങ്കും സെയിം ആണെന്ന് നമുക്കറിയാം. നമ്മൾ എ ട്രാൻസ്പോസിൻ്റെ ഹെർമൈറ്റ് ഫോമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ റാങ്ക് ഓഫ് എച്ച് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് സെയിം ആസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും റാങ്ക് ഓഫ് എയും സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചാണ്. സോ വി ഗെറ്റ് വിച്ച് ഇസ് സെയിം ആസ് റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, ബൈ അവർ അസംഷൻ റാങ്ക് ഓഫ് എ ഈസ് എം. സോ വിച്ച് ഇസ് ഈക്വൽ ടു എം. സോ വി ഗെറ്റ് റാങ്ക് ഓഫ് എച്ച് ഓഫ് എ ട്രാൻസ്പോസ് എന്താണെന്ന് നേടി. റാങ്ക് ഓഫ് എച്ച് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എം ആണെന്ന് കിട്ടി, എം ആണെന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെർമൈറ്റ് ഫോമിൻ്റെ റാങ്ക് എം ആണെന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഫോം അപ്പോൾ എന്തായിരിക്കും, എച്ച് ഓഫ് എ ട്രാൻസ്പോസ് ഹെർമൈറ്റ് ഫോമിൻ്റെ റാങ്ക് എം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഫോം എന്ന് പറയുന്നത് അവിടെ ഒരു എം ബൈ എം ഓർഡറുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. എം ബൈ എം ഓർഡറുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ബൈ എം ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ അവിടെ ഒരു എം ബൈ എം ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ബൈ എം ആണ്. അവിടെ ഒരു എം ബൈ എം ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. ബാക്കി പോർഷൻ എന്തായിരിക്കും, സീറോ ഫോംസ് അല്ലെ സീറോ എലമെൻറ്റ്, ബാക്കി എൻട്രീസ് എല്ലാം സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് അതിൻ്റെ ഓർഡർ എന്തായിരിക്കും, സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ സീറോ എൻ ബൈ എം എൻ ബൈ എം ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഫോം എന്ന് പറയും. എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഫോം എന്ന് പറയും. ക്ലിയർ ആണല്ലോ. സോ എച്ച് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ദ മെട്രിക്സ് ഫോം ഐ എം സീറോ എൻ ബൈ എം കോമ എൻ ബൈ എം, സീറോ എൻ ബൈ എം കോമ എൻ ബൈ എം. ക്ലിയർ ആണല്ലോ. സീറോ എൻ ബൈ എം കോമ എൻ ബൈ എം. ഓക്കെ. സോ എച്ച് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഫോം നോക്കി കിട്ടി റാങ്ക് യൂസ് ചെയ്തുകൊണ്ട്. സിൻസ് എച്ച് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് റോ ഈക്വലൻ ടു എ, റോ ഈക്വലൻ ടു എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസിൻ്റെ ഹെർമൈറ്റ് ഫോമാണ്. സോ എ ട്രാൻസ്പോസിൽ റോ ഓപ്പറേഷൻസ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, എച്ച് ഓഫ് എ ട്രാൻസ്പോസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എച്ച് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിനോട് റോ ഈക്വലൻ്റ് ആണെന്ന് പറയാം. ഇനി ബൈ ഡെഫിനേഷൻ ഓഫ് റോ ഈക്വലൻ്റ് നമുക്കറിയാം there exists a matrix we call it as y of order n by n such that y into a transpose is equal to h of a transpose. h of a transpose നോട് റോ ഈക്വലൻ്റ് ആയതുകൊണ്ട് definition there exists a matrix y of order n by n such that y into a transpose എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, this h of a transpose കിട്ടും. y into a transpose is equal to h of a transpose, that is equal to the matrix im 0 n by m comma m, 0 n by m comma m. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇവിടെ എക്സെട്ര ഒന്നും ഇല്ലാത്തതാണ്. ഐ എം സീറോ എൻ ബൈ എം അതായത് എം ബൈ എം ഐഡൻറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള റോസും കോളംസും കംപ്ലീറ്റ് എന്തായിരിക്കും, ബാക്കിയുള്ള റോസും കോളംസും കംപ്ലീറ്റ് സീറോ ആയിരിക്കും. അതോർത്ത് സീറോ റോസും സീറോ കോളംസും ആയിരിക്കും അല്ലേ. അതാണ് ഹെർമൈറ്റ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ടേക്കിംഗ് ദ ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ഹിയർ വി ഗെറ്റ് y into a transpose is equal to the matrix im 0 n by m comma m. So taking the transpose on both sides, so ya transpose all transpose that is equal to a into y transpose, and that is equal to the raw matrix im 0 m comma n by m ആണ്. 0 m comma n by m ഓർഡർ മാറിയിട്ടുണ്ട്. 0 m comma n by m. okay. that implies നമുക്ക് ഇവിടെ കിട്ടുന്ന എ വൈ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എം 0 എ വൈ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ദ റോ മെട്രിക്സ് ഐ എം 0 എം കോമ എൻ മൈനസ് എം എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് എ ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എം. അതായത് ഈ മെട്രിക്സിൽ വൈ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എം കോളംസ് എടുത്ത് അതിനെ എയോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഐ എം എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യാം. ആ വൈ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എം കോളംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ മെട്രിക്സിനെയാണ് ഞാൻ ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഓഫ് ഓർഡർ എൻ ബൈ എം. ഓക്കെ. സോ വി ഗെറ്റ് എ ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഐ എം കിട്ടും. വേർ ഇസഡ് ഈസ് ദ എൻ ബൈ എം മെട്രിക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫസ്റ്റ് എം കോളംസ് ഓഫ് വൈ ട്രാൻസ്പോസ്. അതായത് നമുക്ക് വേണ്ടതായിരുന്നു എ ഇൻറ്റു ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, എം ബൈ എം മോഡലുള്ള ഐഡൻറ്റി മെട്രിക്സ് കിട്ടണം. സോ ഹിയർ വി ഗെറ്റ് എ ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എം. സോ ഇസഡ് ഈസ് ദ റൈറ്റ് ഇൻവേഴ്സ് ഓഫ് എ. ഇസഡ് ഈസ് ദ റൈറ്റ് ഇൻവേഴ്സ് ഓഫ് എ. സോ നമ്മുടെ അസംഷനിൽ നമുക്കൊരു എയ്ക്ക് ഒരു റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റി. ക്ലിയർ ആണല്ലോ. ഓക്കെ.
ഇനി എൻ്റെ കോൺവേഴ്സ് പാർട്ടോട് പെട്ടെന്ന് പറയാം. എൻ്റെ സെക്കൻഡ് പാർട്ടോട് പെട്ടെന്ന് പറയാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വേണ്ടത് കോളംസ് റിലേറ്റ് ചെയ്താണ്. ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ കണ്ടീഷൻ എ ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ. എ ഹാസ് നമുക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സിലെ കോളംസ് ആണ് എ ട്രാൻസ്പോസിലേക്ക് വരുമ്പോൾ റോസ് ആകുന്നത്. എ എന്ന് പറയുന്ന മെട്രിക്സിലെ റോസ് ആണ് എ ട്രാൻസ്പോസിലേക്ക് വരുമ്പോൾ കോളംസ് ആകും. അതുകൊണ്ട് തന്നെ എ ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി എ ട്രാൻസ്പോസ് ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറയാം. എ ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി എ ട്രാൻസ്പോസ് ഹാസ് എ റൈറ്റ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി എ ട്രാൻസ്പോസിന് റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മെട്രിക്സിന് റൈറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് റോസോട് ഈക്വൽ ആയിരിക്കണം. So A transpose has a right inverse if and only if rank of A transpose is equal to number of rows of A transpose. A transpose in rows വരും എത്ര വരും? n ആ വരിക അല്ലേ? That is equal to n. That is നമുക്ക് എന്ത് കിട്ടി? That is if and only if rank of A equal to n. That is if and only if rank of A equal to n. റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും റാങ്ക് ഓഫ് എയും സെയിം ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഇവിടെ എത്രയാണെന്ന് കിട്ടി? എൻ ആണെന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ എന്ത് തന്നെയാണെന്ന് കിട്ടും? എന്ത് തന്നെയാണെന്ന് നമുക്ക് പറയാം? എൻ ആണെന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ. നമ്മൾ സ്റ്റാർട്ടിങ് ഇതായിരുന്നു. എ ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി നമുക്ക് എന്ത് കിട്ടി? എ ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ. ഇഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ.